ആദിത്യ വിഷന് നിലവിൽ ഇപ്പോൾ സിസ്റ്റമാറ്റിക്സ് ഒരു ബൈ റേറ്റിംഗ് ആണ് നൽകിയിരിക്കുന്നത്. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഒരു ടാർഗറ്റ് പ്രൈസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് 660 രൂപയാണ്. നിലവിലെ ഒരു മാർക്കറ്റ് പ്രൈസ് പരിശോധിക്കുകയാണെങ്കിൽ 554 രൂപ എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഒരു 15% മുകളിലുള്ള ഒരു അപ്സൈഡ് പൊട്ടൻഷ്യൽ ഈ ഒരു ഓഹരിയിൽ ആദിത്യ വിഷൻ്റെ ഓഹരിയിൽ കാണാൻ സാധിക്കുന്നു എന്നൊരു കാര്യമാണ് നിലവിൽ ഇപ്പോൾ സിസ്റ്റമാറ്റിക്സ് ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം പരിശോധിക്കുകയാണെങ്കിൽ നോർമലി പരിശോധിക്കുകയാണെങ്കിൽ അത്രത്തോളം പെനട്രേറ്റഡ് അല്ലാത്ത മാർക്കറ്റുകളിൽ എസ്പെഷ്യലി പറയുകയാണെങ്കിൽ ബീഹാർ പോലുള്ള മാർക്കറ്റുകളിൽ ജാർഖണ്ഡ്, UP, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ് പോലുള്ള മാർക്കറ്റുകളിലൊക്കെ തന്നെ ഒരു ലീഡർഷിപ്പ് പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആദിത്യ വിഷന് സാധിക്കുന്നുണ്ട്. ഏകദേശം ഒരു 60% ഈ സ്ഥലങ്ങളിലുള്ള LED ബിസിനസ് പരിശോധിക്കുകയാണെങ്കിലും AC ബിസിനസ്, റെഫ്രിജറേറ്റർ ബിസിനസ്സൊക്കെ പരിശോധിക്കുകയാണെങ്കിലും നടത്തി വരുന്നത് ആദിത്യ വിഷനാണ് എന്നുള്ളത് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. കൂടാതെ വലിയ രീതിയിൽ തന്നെ ഒരു എക്സ്പാൻഷൻ പ്ലാനുകളൊക്കെ തന്നെ കമ്പനി നടത്തി വരുന്നു. ഈ ഒരു ആനുവലി പരിശോധിക്കുകയാണെങ്കിൽ തന്നെ 30-ലധികം സ്റ്റോറുകളൊക്കെ കമ്പനിക്ക് തുടങ്ങാൻ വേണ്ടിയിട്ടും സാധിച്ചിട്ടുണ്ട്. ബീഹാറിലൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ കമ്പനിക്ക് വലിയ രീതിയിലുള്ള ഒരു റവന്യൂ കോൺസെൻട്രേഷൻ ബീഹാറിൽ നിന്നാണ് ലഭിക്കുന്നത്. അതായത് ബീഹാർ ബിസിനസ്സിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഒരു പോസിറ്റിവിറ്റി അല്ലെങ്കിൽ റവന്യൂ കണ്ടെത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഒരു കമ്പനി എന്ന് പറയുന്നത് ആദിത്യ വിഷനാണ്. കൂടാതെ കമ്പനിയുടെ പ്രീമിയം പ്രൊഡക്റ്റുകളായിട്ടുള്ള ACസും ലാർജ് TVs, റെഫ്രിജറേറ്റേഴ്സൊക്കെ പരിശോധിക്കുകയാണെങ്കിലും ഒക്കെ വളരെ മികച്ച രീതിയിലുള്ള ഒരു പെർഫോമൻസും നിലവിലിപ്പോൾ കാഴ്ചവെക്കപ്പെടുന്നുണ്ട്. ഒരു സ്ട്രക്ചറലി പരിശോധിക്കുകയാണെങ്കിൽ ഈ ഒരു മേഖല പരിശോധിക്കുകയാണെങ്കിലും പല രീതിയിലുള്ള ഒരു ടെയിൽ വിൻഡ് നിലനിൽക്കുന്നു എന്നൊരു കാര്യമാണ് നിലവിൽ ഇപ്പോൾ സിസ്റ്റമാറ്റിക്സ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. GST കട്ടൊക്കെ വന്നതുകൊണ്ട് തന്നെ പ്രീമിയം അപ്ലയൻസസ് ഒക്കെ തന്നെ താഴ്ന്ന ഒരു ടാക്സ് സ്ലാബിലേക്ക് വന്നിരിക്കുന്നതും ഇവിടെ ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് കൂട്ടാനുള്ള ഒരു കാരണമുണ്ട്. കൂടാതെ ഒരു AC മേഖല പരിശോധിക്കുകയാണെങ്കിലൊക്കെ തന്നെ ഈ പറഞ്ഞ സംസ്ഥാനങ്ങളിലൊക്കെ വളരെ കുറഞ്ഞ രീതിയിലുള്ള ഒരു പെനട്രേഷൻ മാത്രമാണ് AC മേഖലയിൽ ഉണ്ടായിട്ടുള്ളൂ. നിലവിലുള്ള കമ്പനിയുടെ ഈ ഒരു മാർക്കറ്റിലുള്ള ഒരു അപ്പർ ഹാൻഡൊക്കെ തന്നെ ഈ ഒരു മേഖലയിൽ ACക്കൊക്കെ ഒരു ഡിമാൻഡ് വരുന്ന ഒരു സമയത്ത് കമ്പനിക്ക് വലിയ രീതിയിലുള്ള ഒരു കുതിപ്പ് പകരും ഈ ഒരു GSTയിലുള്ള റേറ്റ് കട്ടൊക്കെ തന്നെ അതിനുള്ള ഒരു ട്രിഗറായിട്ട് ആക്ട് ചെയ്തേക്കാം എന്നൊരു കാര്യം കൂടിയാണ് നിലവിൽ ഇപ്പോൾ സിസ്റ്റമാറ്റിക്സ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്.